Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. അപ്പോൾ പബ്ലിക് ഫൈനാൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും UPSC ആസ്പിറൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഈച്ച് ഇയർ വിത്ത് എ സീറോ ബഡ്ജറ്റ് ഫോർ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമിന് അല്ലെ ഏത് പ്രൊജക്റ്റ് ആണോ, ഏത് പ്രോഗ്രാം ആണോ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഓരോന്നിനും നമ്മൾ ഓരോ ഇയറിലും ഫ്രഷ് ആയിട്ട് ഒരു ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സീറോ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിലെ എന്താ പറയുക റവന്യൂ എക്സ്പെൻഡിച്ചറോ ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ബാലൻസ് നിർത്താതെ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രം സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ബഡ്ജറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുക. അത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക റവന്യൂ എക്സ്പെൻഡിച്ചർ അതിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഒരു ഇയർ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സീറോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സീറോ റവന്യൂ സീറോ എക്സ്പെൻഡിച്ചർ അല്ലേ. അപ്പോൾ അവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ വീണ്ടും എന്തൊക്കെയാണ് ആ ഒരു ഇയറിൽ എന്തെല്ലാമാണോ വരുന്നത് അത് ആഡ് ചെയ്യുക. ഓക്കെ, അതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ZBB എന്ന് നമ്മൾ ഇതിനെ ഇതിൽ പറയും. ഓക്കെ, അപ്പോൾ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഈസ് എ ബഡ്ജറ്റിംഗ് മെത്തേഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഈച്ച് ഇയർ വിത്ത് എ സീറോ ബഡ്ജറ്റ് ഫോർ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എവറി പ്രോഗ്രാം. ഓരോ പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ നമ്മൾ സീറോ ബഡ്ജറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റവന്യൂ കഴിഞ്ഞ വർഷത്തെ റവന്യൂ കാൽക്കുലേഷൻസോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല അല്ലേ. ഫ്രം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. So it requires managers to justify every expense and to evaluate how each expense contributes to the organization's goals. അപ്പോൾ നമുക്ക് ശരിക്കും മാനേജേഴ്സ് ഓരോ പർട്ടിക്കുലർ എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഓരോ ഗോളിനും എന്തൊക്കെ എക്സ്പെൻസ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രീവിയസ് ഇയറിലെ കാൽക്കുലേഷൻസ് ഒന്നും ഇതിനകത്ത് കൊണ്ടുവരാതെ വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഈ ഇയറിൽ എന്തെല്ലാമാണോ അത് മാത്രം ആഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു കോൺസെപ്റ്റ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ ഫെയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബിസിനസ് റൈറ്ററാണ് കേട്ടോ. പീറ്റർ ഫെയർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വയ്ക്കണം. പീറ്റർ ഫെയർ എന്ന് പറയുന്ന അമേരിക്കൻ ബിസിനസ് റൈറ്ററാണ്. അദ്ദേഹമാണ് 1960s ZBB അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ലീഡ് ടു focused operations, it can lead to lower cost, it can lead to budget flexibility and it can lead to strategic execution. അതായത് നമുക്ക് ഫോക്കസ്ഡ് ഓപ്പറേഷൻസിലേക്ക് പോകാൻ പറ്റും. ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതേപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും നമുക്ക് അല്ലേ. നമുക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര എക്സ്പെൻസസ് ഉണ്ട് അതിനനുസരിച്ച് കോസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിനനുസരിച്ച് എത്ര റവന്യൂ നമ്മൾ കളക്ട് ചെയ്യണം, ആ ഒരു രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വളരെ എന്താ പറയുക കോസ്റ്റ് ലോവർ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. ഇറ്റ് ക്യാൻ ലീഡ് ടു ബഡ്ജറ്റ് ഫ്ലെക്സിബിലിറ്റിക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ്, എക്സ്പെൻസ് അനുസരിച്ച് റവന്യൂ അനുസരിച്ച് എക്സ്പെൻസും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇറ്റ് ക്യാൻ ലീഡ് ടു സ്ട്രാറ്റജിക് എക്സിക്യൂഷൻ അല്ലേ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ നമ്മൾ ചിന്തിച്ച് ഏതിനാണോ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും കഴിയും. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എ സീറോ ബേസ്. ഇത് സീറോ ബേസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓരോ കോസ്റ്റ് ഏരിയയും ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ ഓരോ ഏരിയയിലും ഉള്ള കോസ്റ്റിനെയും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അപ്പം അടുത്ത സ്റ്റെപ്പ് അതാണ് അല്ലേ. ഈച്ച് ആൻഡ് എവറി എന്താ പറയുക ഏരിയയിലുള്ള കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എവറി എക്സ്പെൻസിനെയും ജസ്റ്റിഫൈ ചെയ്യും. ഓക്കെ, ഓരോ എക്സ്പെൻസിനെയും ജസ്റ്റിഫൈ ചെയ്യും. അതേപോലെ തന്നെ സ്ട്രീംലൈൻ ആക്ടിവിറ്റീസ് ആൻഡ് ഹൗ ദേ ആർ പെർഫോംഡ്.
ആക്ടിവിറ്റീസ് ഒക്കെ സ്ട്രീം ചെയ്ത് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് ആ ഒരു രീതിയിൽ. പിന്നെ എക്സിക്യൂട്ട് എ കോംപ്രിഹെൻസീവ് പ്ലാൻ, അത് കഴിഞ്ഞിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ശരിക്കും സീറോ ബേസ്ഡ് ബഡ്ജറ്റിൻ്റെ എന്തെന്ന് പറയുന്നത് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പറയാത്തത്. നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് അതിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് എ സീറോ ബേസ്, ഇവാലുവേറ്റ് എവറി കോസ്റ്റ് ഏരിയ, ജസ്റ്റിഫൈ എവറി എക്സ്പെൻസ്, സ്ട്രീം ലൈൻ ആക്ടിവിറ്റീസ് ആൻഡ് ഹൗ ദേ ആർ പെർഫോംഡ്, എക്സിക്യൂട്ട് എ കോംപ്രിഹെൻസീവ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ കാര്യങ്ങളൊന്നും തന്നെ ഇയറിൽ കൊണ്ടുവരാതെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 2024 ആണ് കഴിഞ്ഞതെങ്കിൽ 2025 വരുന്നുവെങ്കിൽ ആ 2025 എടുത്തിട്ട് അതിന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും 2025 അല്ലെങ്കിൽ 2026, 27 ഏത് ഇയർ ആണോ നമ്മൾ എടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചറോ റവന്യൂവോ എന്തെങ്കിലും ഡെഫിസിറ്റോ എന്തെങ്കിലും സർപ്ലസോ എന്തുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല. ജസ്റ്റ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വർഷത്തെ എന്തൊക്കെയാണോ റവന്യൂ വരുന്നത് അത് റവന്യൂ അതിനകത്തും മറ്റേത് നമ്മൾ എന്ത് ചെയ്യാം എക്സ്പെൻസിനകത്തും, പിന്നെ അതിനകത്ത് എന്ത് ഡെഫിസിറ്റ് സർപ്ലസ് വരുന്നു, അപ്പോൾ എവിടെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത് എവിടെയൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത് എല്ലാം ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുക. അതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പീറ്റർ പാർ എന്ന് പറയുന്ന അമേരിക്കൻ ബിസിനസ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് എ മെത്തേഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഈച്ച് ഇയർ വിത്ത് എ സീറോ ബഡ്ജറ്റ് ഫോർ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രോഗ്രാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഓരോ ഫാമിലിക്ക് അല്ലെ ഓരോ ബിസിനസ്സിന് നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം, ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് ഇതിനെല്ലാം ഒരു സീറോ ബഡ്ജറ്റ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് ആ റവന്യൂ എക്സ്പെൻഡിച്ചർ ആ വർഷത്തെ കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് അപ്പം മിക്സ് ചെയ്യാതെ, അപ്പം ഈ വർഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് അഗൈൻ ഒരു സീറോ ബഡ്ജറ്റ്, അതായത് ഇല്ലേ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. മേക്ക് ഇറ്റ് ക്ലിയർ, റിപ്പീറ്റ് ദ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ കാണാം. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.